ഇടുക്കിയിലെ കാറ്റാണ് കാറ്റെന്നാണല്ലോ പൊതുവെയുള്ള ഒരു വെപ്പ്. അങ്ങനെ കാറ്റും കാഴ്ചകളും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ ഇടുക്കിയിലുണ്ടെന്നാണ് രാഹുൽ വിജയൻ പറയുന്നത്. ഉപ്പുതോട് കരിക്കിൻമേട്ടിലുള്ള പരുന്തുംപാറ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണ്. കിടിലൻ വൈബുള്ളൊരു സ്ഥലം മികച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ കാമാക്ഷി പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് രാഹുൽ വിജയന്റെ കൂടെ കരിക്കിൻമേട് വരെ ഒന്ന് പോകാം, ആ കാറ്റൊന്ന് ആസ്വദിക്കാം. ഇന്ന് നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ എങ്ങോട്ടേക്ക് പോകുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഉപ്പുതോട്ടിലെ കുട്ടൻ ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനാണ് പറയുന്നത് ഉപ്പുതോട്ടിനടുത്ത് കരിക്കുമേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിന് തൊട്ട് ചേർന്ന് പരുന്തുംപാറ എന്ന് പറയുന്ന മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. പീരുമേട്ടിലുള്ള പരുന്തുംപാറയല്ല, ഇത് കരിക്കുമേടുള്ള പരുന്തുംപാറയാണ്. എന്തായാലും അവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്, അസാധ്യമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുട്ടൻചേട്ടനും സംഘവും ദേ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ജീപ്പിൽ അവിടം വരെയൊക്കെ ഒന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ട് എന്താണ് അവിടെ ഉള്ളത് എന്ന് കണ്ടേച്ചും വരാം. ഉപ്പുതോട്ടിൽ നിന്ന് പ്രകാശിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 4.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഈ പരുന്തുംപാറയിലേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയുള്ളത്. ഒരു കോൺക്രീറ്റ് വഴിയാണ്, അത് കഴിഞ്ഞാൽ കുറച്ച് മൺവഴിയുണ്ട്. അതിലേകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സ്പോട്ടിലെത്തും. അപ്പം നമ്മൾ പറഞ്ഞ പരുന്തുംപാറ ഇതാണ്. നമ്മളൊരു വെയിലും ഒക്കെയാണ് പ്രതീക്ഷിച്ച് വന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു ചാറ്റൽ മഴയും ഭയങ്കര കോടമഞ്ഞുമാണ്. ഇത് ഉപ്പുതോട് പരുന്തുംപാറ എന്ന് പറയും. അതിമനോഹരമായ സ്ഥലമാണ്. ഇപ്പോൾ മൂടൽമഞ്ഞ് കയറിയുന്ന ശക്തമായ കാറ്റും തണുപ്പുമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് കാറ്റും മഞ്ഞുമായിട്ട് കിടക്കുന്നു. നല്ല ഉയർന്ന മേഖലയാണിത്. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ക്ഷേത്രം ഉണ്ട്, വലിയ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രഭാഗം എല്ലാം കണ്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പരുന്തുംപാറ എന്ന പേര് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം, ഇവിടെ പരുന്ത് ഒരു നല്ല വെയിൽ സമയമാണെങ്കിൽ എപ്പോഴും വട്ടവിട്ട് പറന്ന് നടന്ന പരുന്തിന് മുട്ടയിടാനുള്ള സൗകര്യമുണ്ട്. പരുന്ത് മുട്ടയിടുന്ന ഒരു പാറയുടെ വെട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങളൊരു ഉച്ച സമയത്ത് അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നാൽ സൂര്യൻ ഉദിക്കുന്നത് വൈകുന്നേരം അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കാമാക്ഷി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം കൂടിയാണിത്.
മനോഹരമായൊരു കാഴ്ച, അത് എത്ര നേരം നിന്നാലും മടുക്കാത്ത ഒരു കാഴ്ച എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഒരു സമഗ്ര വികസനത്തിന് ആവശ്യമായ ഒരു പദ്ധതികളെ സംബന്ധിച്ചാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ പദ്ധതികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. അതിലൊന്ന്, നമുക്ക് ആദ്യമായി തന്നെ നമുക്ക് ഈ ഭൂമി പഞ്ചായത്തിൻ്റെ ഉപയോഗത്തിലേക്ക് കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ തേടിയുള്ള റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര തുടരും. അദീഷിനും ഹരീഷിനുമൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ കരിക്കമേട് കാണാൻ പോവുക. ഇപ്പോഴല്ല, ഈ മഴയുടെ സമയമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായിട്ട് പോയാൽ മതി. അപ്പോൾ ഉറപ്പായിട്ട് പോവുക. അവിടുത്തെ പരുന്തുംപാറയും കാറ്റുമൊക്കെ ആസ്വദിക്കുക, അനുഭവിച്ച് തന്നെ അറിയുക.